Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ, നിങ്ങളൊക്കെ എന്നെ അന്വേഷിക്കുകയാണോ? പക്ഷെ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ കാത്തിരിക്കുകയായിരുന്നില്ലേ? എന്താണ് ബത്തലു? ആ താക്കോലുകളൊക്കെ ഞാൻ തന്നെ ഇപ്പൊ എടുത്ത് കാണിച്ചു തരട്ടെ. അല്ല ഇതെന്താ, നിങ്ങൾ എല്ലാവരും മോട്ടുവിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്നത് എങ്ങോട്ടാ? ഇവന് ഫിലിമോണിയ വന്നിരിക്കുക. ഫിലിമോണിയ എന്ന് വെച്ച ഫിലിമിൽ ആക്ട് ചെയ്യുമ്പോ ഉണ്ടായ ഷോക്കാ. ഇപ്പൊ അവൻ വേറെ വേറെ ഹീറോകളെ ഇടയ്ക്കിടയ്ക്ക് അഭിനയിച്ചു കൊണ്ടിരിക്കുക. ചില സമയത്ത് ഞങ്ങളെ ഇടിക്കും, പിന്നെ ചില സമയങ്ങളിൽ ഞങ്ങളെ ഈ അസുഖം ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. അവന്മാര് 10 പേരുണ്ടായിരുന്നു നിന്നെ തല്ലാൻ. പക്ഷെ നീ ആകട്ടെ ഒറ്റ ഒരുത്തനും. എന്നിട്ടും നീ പിടിച്ചു നിന്നില്ലേ? ആരാത്? എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ സൂപ്പർ സ്റ്റാർ മോട്ടു? അതെ വലിയേട്ടാ, ഞാനാണ് മോട്ടു. നിങ്ങളാരാണ്? ഞാനൊരു വലിയ ഫിലിം പ്രൊഡ്യൂസറാണ്. നിങ്ങളുടെ അഭിനയം കണ്ട ഞാൻ ഇവിടെ എത്തിയത്. എന്റെ അടുത്ത പടത്തില് നിങ്ങളായിരിക്കും ഹീറോ. എന്ത് പറയുന്നു, സമ്മതമാണോ മോട്ടു? ഓക്കെ ഓക്കെ, ഇതെന്റെ ഭാഗ്യമാണ്. നമ്മുടെ ഫിലിമിന്റെ പേര് വരെ ഞാൻ ഇട്ട് കഴിഞ്ഞു. മോട്ടുവിന് പാർക്കാം മുന്തിരിത്തോപ്പുകൾ. നമ്മുടെ ഫിലിമിന്റെ പേര് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ വിചാരിച്ചോളൂ മോട്ടു, നീ എന്റെ പുലിമുരുകനല്ലേ മോട്ടു? ഇന്നെന്റെ ആഗ്രഹം നടന്നിരിക്കുകയാണ്. ഞാൻ ഹീറോ ആയേ. ഞാൻ ചെന്നത് ജഡ്കയോടും ഗസീറ്റയോടും ചിങ്കത്തിനോടും പത്ലുവിനോടും ചെന്ന് പറയട്ടെ? വേണ്ട 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 വേണ്ട, ഈ സംഭവം രഹസ്യമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സസ്പെൻസ് പൊളിയും. നിന്റെ കൂട്ടുകാര് തന്നെയായിരിക്കും നിന്റെ പടത്തിലെ വില്ലന്മാർ. ജഡ്ക വില്ലൻ, പത്രു വില്ലൻ, ഗസീറ്റ റാം വില്ലൻ, ചിങ്കം വില്ലൻ, പിന്നെ അവരുടെ എല്ലാം നേതാവ് ജോർജ്. കൊള്ളാലോ, നിങ്ങൾക്ക് എല്ലാവരെ കുറിച്ചും നല്ലോണം അറിയാലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ സിനിമയിലെ കഥ എന്താണ്? നമ്മുടെ കഥ എങ്ങനെ തുടങ്ങുന്നെന്ന് വെച്ചാൽ, നീ ആദ്യം ജഡ്കയുടെ ലാബിൽ പോകുന്നു, അവിടെയെല്ലാം അടിച്ചു തകർക്കുന്നു, എന്നിട്ട് ജഡ്കയെ പഞ്ഞിക്കിടുന്നു, രക്ഷിക്കാൻ വരുന്ന പത്ലുവിനെ ഇടിച്ചിടുന്നു, ഇടയിലേക്ക് കയറി വരുന്ന കസീട്ട റാമിന്റെ ചെവിക്കല്ല് നോക്കി ഒരടി, പിന്നെ ഒന്നും നോക്കാനില്ല, എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി തന്നെ. അതിനുശേഷം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, പിന്നെ ചിങ്കം സാറിനെ ഒന്ന് ഒതുക്കി വിടുന്നു. ഇവരെല്ലാവരും ദേശദ്രോഹികളാണ്. നമ്മളിത് സീക്രട്ടായാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മോട്ടു. 4 സൈഡും ക്യാമറകൾ വെച്ചായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഈ കാര്യം ആരും അറിയാൻ പാടില്ല. ഷൂട്ടിംഗ് നടക്കുന്ന ആർക്കും മനസ്സിലാവരുത്. രാജ്യദ്രോഹികളെ, ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ അത്തിമോറ അമ്മയ്ക്ക് പൊളിക്കടുത്തല്ല മോട്ടു, നീ എന്താ കാണിക്കുന്നത്? നിന്റെ പണി ഞാൻ ഇന്നോടെ തീർക്കൂടാ, രാജ്യദ്രോഹി. അതിന് ഞങ്ങള് ദേശദ്രോഹി അല്ലല്ലോ. ഡോക്ടർ ചക്ക, മോട്ടുന്റെ ഈ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ പൊന്നു പൊത്തില് കൊടുങ്കാറ്റടിച്ചപ്പോൾ ഇത്ര നാശനഷ്ടം ഉണ്ടാവില്ല. മോട്ടു എന്റെ ലാഭം മൊത്തം അടിച്ചു തകർക്കുക. നീ വന്ന് അവനെ ഒന്ന് തടയ പ്ലീസ്. ഓക്കെ, ഞാൻ ഇപ്പൊ വന്നേക്കാം. മോട്ടു
നീ ഇതെന്തായി ചെയ്യുന്നത്? ജഡ്കയുടെ ലാബ് മുഴുവൻ ഇടിച്ചു നശിപ്പിച്ചോ? നീയും വന്നോ? രാജ്യത്തിനെ ഒറ്റക്കൊടുക്കുന്ന ദുഷ്ടനായ രാജ്യദ്രോഹി. മോട്ടു, നീ എന്താ ചെയ്യാൻ പോകുന്നേ? സ്ലോ മോഷനിൽ ഓടി വരുന്നതാണ്. നിർത്ത്, നിനക്ക് കൂടുന്നുണ്ട്. മോട്ടു ഒന്ന് നിർത്താനാ പറഞ്ഞേ. ഇനി നിനക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മേളിൽ തന്നെ നിന്നോ, താഴോട്ട് വന്നേക്കരുത്. വെരി ഗുഡ്, വളരെ നല്ല ഷോട്ട് ആയിരുന്നു ബോട്ട്. ഇപ്പൊ കഥയനുസരിച്ച് നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, എന്നിട്ട് ചിങ്കത്തിനെ അടിച്ച് ഞുറുക്കുന്നു. അവനൊരു ദേശദ്രോഹിയാ. വലിയേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. രാജ്യത്തെ ഒറ്റക്കൊടുത്ത് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുവാണ് ഇൻസ്പെക്ടർ. പുറമെ ഭാരത മാതാവാണ് സത്യമെന്ന് വിളിച്ചു പറയുന്നു, എന്നിട്ട് അകത്തോ രാജ്യദ്രോഹികളുമായുള്ള കൂട്ടും. വേണ്ട. എന്റെ അമ്മ. ഓടിക്കോ എന്റെ അമ്മ. മോട്ടിപ്പോ വെറും കൊടുങ്കാറ്റല്ല, ഒരു സുനാമിയായി മാറിയിരിക്കുകയാണ്. എന്താ ചെയ്യാ? മമ്മി, ഡാഡി, മോട്ടു ഞാനൊരു കുറ്റവാളിയെ പോലും ഇങ്ങനെ തല്ലിയിട്ടില്ല. രാജ്യദ്രോഹി. വെരി ഗുഡ്, ഇനി സുനാമി പോലെ പുറത്തേക്ക് വരൂ. നരസിംഹത്തിൽ മോഹൻലാൽ വരുന്ന പോലെ. ഗുഡ്, എല്ലാ ഷോട്ട്സും അടിപൊളിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് വലിയ ഡോണായ ജോണിന്റെ അടുത്തെത്തുന്നു. അതാണ് മാസ്റ്റർ പീസ് ഷോട്ട്. പക്ഷേ അതിനെ വലിയേട്ട പോലീസിന്റെ അടുത്തേക്കല്ല എന്നെ കൊണ്ടുപോവേണ്ടത്. ഇതാണ് നമ്മുടെ പടത്തിന്റെ സസ്പെൻസ് മോട്ട്. ഞാൻ ഈ പടത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിന്റെ നാച്ചുറൽ ആക്ടിങ് കിട്ടുകയില്ലല്ലോ. എന്റെ മോട്ടു, നീ ഒരു അണ്ടർ കവർ ഏജന്റ് ആണ്. ചെന്ന് വേഗം അവരെ അറസ്റ്റ് ചെയ്യ്, അത് നാച്ചുറലായി. മോട്ടു എന്റെ ലാഭം മൊത്തം അടിച്ച് തകർത്തിരിക്കുക. എന്റെ പോലീസ് സ്റ്റേഷനും അവൻ തല്ലി തകർത്തിരിക്കുന്നു. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ എന്നെ ആരും ഇങ്ങോട്ട് പെരുമാറിയിട്ടില്ല. വെരി ഗുഡ്, അമേസിംഗ് ഷോട്ട്. ആ നാലാമത്തെ ദേശദ്രോഹി എവിടെയാണ് മോട്ടു? അവൻ രക്ഷപ്പെട്ട് എവിടേക്കാ പോയതെന്ന് അറിയില്ല സാറേ. പക്ഷെ അടുത്ത ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അവനെയും കൊണ്ടിരിക്കുന്നു. കൂട്ടുകാരോട് തന്നെ ഇങ്ങനെ വേണോ? പറയേ. ഹീറോ, നിന്നോട് ഇപ്പൊ പറയുന്ന ചാണത്തലനുണ്ടല്ലോ, അവനാണ് നമ്മുടെ ഏറ്റവും വലിയ പാര, ഈ നാടിന്റെ പാര. മോട്ടു, നീ എന്തായി കാണിക്കുന്നത്? യെസ് സർ, ഓക്കെ സർ. എനിക്ക് തോന്നുന്നത് ആരോ മോട്ടുവിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടെന്നാ. ഇതിന്റെ പിന്നിൽ കറുത്ത കൈകളുണ്ട്. അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം. നീ ഇങ്ങനെ ചെയ്യുമോ? ഇതെന്ത് ഗുലുമാലാണെന്ന് പറ, അല്ലെങ്കിൽ നിങ്ങളെ ഇടിച്ച് പഞ്ചറാക്കും ഞാൻ. ഗുഡ് ഷോട്ട്, ഗുഡ് ഷോട്ട്. നീ നല്ലൊരു ആക്ടർ തന്നെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സിനിമയിലുള്ള സസ്പെൻസ് സീന് പറയാൻ പോവാണ്. നിങ്ങൾക്കറിയോ അടുത്ത സീൻ എന്താന്ന്?
നിങ്ങൾ എന്താ സാറേ ഇതൊക്കെ ഇത്രയും നേരം പറയാതിരുന്ന് കളഞ്ഞത്? എല്ലാവരെയും പിടിച്ച് ഡോണിന്റെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു വിളി പോലും വിളിച്ചില്ലല്ലോ. ഓക്കെ ഇപ്പൊ കേട്ടോ, അവരെ എല്ലാവരെയും ഇപ്പൊ അഴിച്ചു വിട്ടേക്ക്. അവര് നിന്നെ പോലെ ഒരു ഓഫീസർ തന്നെയാണ്. അവരെ എന്തിനാണ് കെട്ടിവെക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ, അവരെ കെട്ടിവെക്കുമ്പോൾ ജോൺ സമാധാനമായി കൊള്ളയടിക്കാൻ നോക്കും. ഇപ്പൊ നീ അവന്റെ ആളാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ പഞ്ചറാക്ക്. ശരിക്കുള്ള രാജ്യദ്രോഹി ജോൺ ആണ്. ഹായ്, കൊള്ളാലോ, എന്തൊരു ട്വിസ്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തൊരു നല്ല സ്റ്റോറിയാണ്. ജോണിനെ തല്ലിക്കൊല്ല്, ഇവൻ രാജ്യദ്രോഹിയാണ്. നിങ്ങളുടെ ഓരോ അടിയും ഇടി പോലെ ഉണ്ടാവണം, എങ്കിലേ ജോണിന് ശരിക്കും അഭിനയിക്കാൻ പറ്റൂ. എന്റെ അമ്മോ, സ്വയം അടി വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് അവന് തിരിച്ചു കൊടുക്കുന്നത്. എനിക്കും ചോണിനെ അടിക്കണം. അങ്ങനെ ഒരു സീൻ ഇല്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? ലാസ്റ്റ് സീൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ പ്രൊഡ്യൂസറെ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞു. പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. രാജ്യദ്രോഹിയാണ്. വെരി ഗുഡ്. ഫ്ലൈയിങ് കിക്ക് കൊടുക്ക്, ഫ്ലൈയിങ് കിക്ക് കൊടുക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? ബോസ് പത്തിലും ഞങ്ങളുടെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ചു. ബോസിന്റെ കള്ളത്തരം പൊളിഞ്ഞു. ഓ, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയായിരുന്നോടാ ജോണേ? എന്റെ കൈ കൊണ്ട് തന്നെ എന്റെ കൂട്ടുകാരെയൊക്കെ നീ തല്ലിപ്പിച്ചു അല്ലേ? നിന്നെ വെറുതെ വിടൂല. ഉള്ള രാജ്യദ്രോഹി ഓടിക്കോ. കൂട്ടുകാരെ, അത് പിന്നെ ഞാൻ ഒരു രസത്തിന് അല്ല. വേണ്ട വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.